പ്രൈസ് ദി ലോർഡ്. ദൈവനാമകത്തുപെടുമാറാകട്ടെ. ഈ മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കുവാൻ പരിശുദ്ധാത്മ തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരും സുഖമാണ്. കർത്താവ് നിങ്ങൾ ധാരാളമായി മാനിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, വെറുതെ പറയുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ മേൽ സംസാരിക്കാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളോട് സംസാരിക്കണം അപ്പ, ഞങ്ങളോട് ശക്തമായി സംസാരിക്കുന്ന പ്രാർത്ഥന. ഈ വചനം ഇവരുടെ മേൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. വേഗത്തിൽ വചനത്തിൽ പോകട്ടെ. ആമേൻ. സദൃശവാക്യം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്, നിൻ്റെ ഹൃദയം കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ജ്ഞാനിയായിരിക്കുന്ന ശലോമൻ ജ്ഞാനി സദൃശവാക്യം ചമയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും: മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മറക്കരുത്. അടുത്തിരിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾ കാത്തുകൊള്ളട്ടെ. ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. നിലവിലും ബ്രദർ, കൽപ്പനകളെ കാത്തുകൊള്ള എന്ത് കിട്ടും? അടുത്ത വാക്ക്, അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ആമേൻ. നീ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ ഉപദേശം മുറുകെ പിടിച്ചാൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെ നീ മുറുകെ പിടിച്ചാൽ, നിനക്ക് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ബൈബിളിൽ ഇരിക്കുന്നു. നിനക്ക് ദീർഘായുസ്സുണ്ടാകും. അടുത്ത നിനക്ക് ജീവകാലം സമാധാനമായിരിക്കും. നിന്റെ ജീവിതകാലം മുഴുവൻ സമാധാനമായിരിക്കും. നിന്റെ ജീവിതകാലം മുഴുവൻ ഒരു സമാധാനമില്ലാതെ, ഒരു സ്വസ്ഥതയില്ലാതെ, സമാധാനത്തിന് വേണ്ടി ഈ ലോകപ്രകാരം നടന്ന്, ഹല്ലേലൂയ, ഈ ലോകത്തെ ചിന്തകൾക്ക് നടന്ന്, ഈ ലോകത്തെ ഇമ്പങ്ങൾക്ക് നടന്ന് സമാധാനത്തിന് വേണ്ടി അലയുകയാണോ? ബൈബിൾ എഴുതിയത് കണ്ടായിരുന്നോ? ദൈവത്തിൻ്റെ ഉപദേശത്തെ മുറുകെ പിടിക്ക്. അടുത്തേക്ക്, ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. ഞാനീ പറയുന്നു, ദൈവത്തിൻ്റെ ഉപദേശത്തെ മുറുകെ പിടിക്ക്, അവൻ്റെ കൽപ്പനകളെ നീ കാത്തുകൊണ്ടാൽ, അടുത്ത വാക്ക്, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. അടുത്ത, നിന്റെ ജീവകാലം സമാധാനമായിരിക്കും. അടുത്തിരിക്കുന്നു, നിനക്കത് ദൈവം വർദ്ധിപ്പിച്ചു തരുമെന്ന്. സമാധാനമില്ല, നീ ഭാരപ്പെടുന്നുണ്ടോ? നിനക്കാമേ നിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകുന്നുവോ? എവിടെയാണ് വീണത്? ആദ്യം ഒന്ന് ഓർമ്മിക്ക്. ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെയാണോ നീ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ന്യായാധിപതിയുടെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുന്ന സമയത്ത് ദൈവജനം ദൈവത്തിൻ്റെ വാക്ക് കേട്ടില്ല. ദൈവത്തെ വാക്ക് കേൾക്കാതിരുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നു, ദൈവജനത്തെ ദൈവം മിദ്യാനിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ന്യായാധിപതി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ 10-ാമത്തെ വാക്യത്തിൽ ഒരു പ്രവാചകൻ വന്ന് പ്രവചിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടം വന്നു? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഭാരം വന്നു? എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ തോറ്റുപോയത്? ദൈവത്തിൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ട്. എന്നീ മിനിറ്റുകൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട്, ദൈവത്തിന് ഉപദേശം കേട്ട് മുന്നേറാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നിന്നെ മാനിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ബൈബിളിൽ ഇരിക്കുന്നു, മകനെ, ദൈവത്തിന് ഉപദേശം മറക്കരുത്. ഹല്ലേലൂയ. ന്യായാധിപതി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ, കർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ ലോകപ്രകാരം നടന്നപ്പോൾ പിതാവായ ദൈവം അവരെ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ എന്ത് ചെയ്തു? ഇസ്രായേൽ ജനം ഉണ്ടാക്കുന്ന മുഴുവൻ അവർ തകർത്തു. അവൻ്റെ ഗോതമ്പും അവൻ്റെ ഏവോ ഉണ്ടാക്കിയത് മൊത്തം തകർത്തു. പിന്നത്തേതിൽ ഇസ്രായേൽ ജനം ദൈവത്തോട് കരഞ്ഞപ്പോൾ ഒരു പ്രവാചകൻ പ്രവചിച്ചു. ഏറ്റവും അവസാനം ദൈവത്തോട്, കർത്താവ്, എന്തുകൊണ്ട് ഞങ്ങൾ കഷ്ടം? പരിശുദ്ധാത്മാവ് 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല, നിങ്ങളെ അനുസരിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, നിന്റെ സമാധാനം എവിടേക്ക് ചോർന്നു പോകുന്നുവോ? നിന്റെ സമാധാനം, നിന്റെ സ്വസ്ഥത എവിടെയെങ്കിലും പോയോ? എവിടെയെങ്കിലും സ്വസ്ഥത പോയി തീരിപ്പുണ്ടോ? കാരണം ദൈവത്തിൻ്റെ ഉപദേശത്തെ നീ എവിടെ മറന്നു കളഞ്ഞു. അടുത്ത വാക്ക്, ദൈവത്തിൻ്റെ കൽപ്പനകളെ നീ കാത്തുകൊണ്ടില്ല. ദൈവത്തിൻ്റെ കൽപ്പന കാക്കാത്തതാ നിന്റെ സമാധാനക്കേട് നിനക്കുണ്ടായത്. പക്ഷേ ഈ മിനിറ്റുകളിൽ ദൈവത്തിന് സമാധാനം നിനക്ക് തിരിച്ചു തരും. ദൈവം നിനക്ക് സമാധാനം നിനക്ക് വർദ്ധിപ്പിച്ചു തരും. വിശ്വസിക്ക്. ബൈബിളിൽ ഞാൻ പറയുന്നത് കണ്ടായിരുന്നോ? ദൈവം നിനക്ക് സമാധാനത്തെ വർദ്ധിപ്പിച്ചു തരുമെന്ന്. വർദ്ധിപ്പിച്ചു തരും ദൈവമുണ്ട്. പക്ഷേ ഒരിക്കൽ കൂടെ മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നിന്നെ മാനിക്കും. പിന്നത്തേതിൽ ഇസ്രായേൽ ജനം ദൈവത്തിലൂടെ മടങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ആത്മാവിൻ്റെ പ്രവൃത്തി അയച്ചു. വിശ്വസിക്കാൻ മനസ്സിനെ വിശ്വസിക്കുക. ഹല്ലേലൂയ. തിരിയാൻ മനസ്സിനെ തിരിയെ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എവിടെയാണ് നമ്മുടെ സമാധാനം പോയത്? എവിടെയാണ് നമ്മുടെ സ്വസ്ഥത പോയത്? ദൈവത്തിൻ്റെ ഉപദേശം കൈവിട്ടപ്പെടല്ലേ.
ദൈവത്തിൻ്റെ ഉപദേശത്തെ അമ്മ സ്വന്തം ശ്രദ്ധിക്കാത്തപ്പോഴല്ലേ? എവിടേക്ക് കൽപ്പനകളെ അനുസരിക്കാത്തതുകൊണ്ടല്ലേ? എവിടേക്ക് ദൈവത്തെ മറന്നപ്പോഴല്ലേ അസമാധാനം കയറി വന്നേ? എവിടേക്ക് ദൈവത്തെ വിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓടിയപ്പോഴല്ലേ കുഞ്ഞെ അസമാധാനം കയറി വന്നേ? വിശ്വസിക്കുക, മനസ്സിനെ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ഉപദേശത്തിൽ മുറുകെ പിടിക്കുക, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിൽ ഒരിക്കലൂടെ കടന്നു വാ, എങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് തിരിച്ചു തരും. ബൈബിൾ എഴുതിയിരിക്കുന്നു, നിനക്കത് വർദ്ധിപ്പിച്ചു തരുമെന്ന്. കാരണം നമ്മുടെ ദൈവം സകലത് വർദ്ധിപ്പിച്ചു തരുന്ന ദൈവമാണ്. തിരിഞ്ഞു വരാൻ മനസ്സുള്ളവന്, ഒരിക്കൽ കൂടെ തിരിഞ്ഞു വരാൻ മനസ്സുള്ള നിനക്ക് അത് വർദ്ധിപ്പിച്ചു തരുന്ന ദൈവമാണ്. ഏൽപ്പിക്കാൻ മനസ്സുണ്ടോ? പ്രാർത്ഥിക്കട്ടെ. കണ്ണുകളടച്ച്, പിതാവേ, ഞങ്ങൾ എവിടെയാണോ വീണു പോയത് അവിടെ നിന്ന് കർത്താവെ തിരിയുവാൻ. പിതാവേ, ഞങ്ങൾ എവിടെയാണോ വീണു പോയത് അവിടെ തിരിഞ്ഞ് അങ്ങയുടെ സന്നിധിയിൽ, അങ്ങയുടെ ഉപദേശത്തിന് കീഴിൽ, അങ്ങയുടെ കൽപ്പന പ്രകാരം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവേ, കർത്താവ് എഴുന്നേൽക്കുന്നവനെ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഞങ്ങളുടേതായ കുറവുകൾ, കുറ്റങ്ങളെ ഞാൻ സമർപ്പിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങളെ വിശുദ്ധീകരിച്ച്, പിതാവ് ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. ഈ മിനിറ്റിൽ സകല പേരെ അനുഗ്രഹിക്കണം, സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.